തൊഴിലിടങ്ങളിലേക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കാത്തതിനെതിരെ വഴിക്കടവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വാർഡ് തലത്തിൽ ചെല്ലുമ്പോൾ മെമ്പർമാരോട് അത് ആവശ്യപ്പെടും. തൊഴിലാളി ഗ്രാമസഭയിൽ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെ ചെയ്യാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളതിന് ഫണ്ട് വീതം വെച്ചതാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നാലല്ലേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഈ സെക്രട്ടറി വന്ന അന്ന് മുതൽ ഞങ്ങൾ പറയുന്നത് ഇന്ന് വരെ അത് സഹകരിച്ച് തരുന്നില്ല, അത് ചെയ്തു തരുന്നില്ല. അതാണ് ഇവിടെ പ്രശ്നമുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അത് നേടിയെടുക്കണം, ഞങ്ങൾക്കത് തരണം, സെക്രട്ടറിയെ തരണം എന്നുള്ള ഒരൊറ്റ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ വഴിക്കട പഞ്ചായത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുക. പ്രസിഡന്റിനെതിരെ കേസ്, മെമ്പർക്കെതിരെ കേസ്, ഭരണസമിതി വിളിച്ചുകൂട്ടാൻ തയ്യാറാത്ത സെക്രട്ടറി. ഞങ്ങൾ അതിനെതിരെ പരാതി കൊടുത്തു കളക്ടർക്ക്, മന്ത്രിക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്. പക്ഷെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയായി വഴിക്കട പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് സെക്രട്ടറി ഇല്ല, ഇന്നലെ സെക്രട്ടറി ഇല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെക്രട്ടറി ഇല്ല. 100 കണക്കിന് ആളുകൾ ഇതാ എന്റെ മുമ്പിൽ അപേക്ഷയും പൂരിപ്പിച്ച ആളുകൾ നിൽക്കുക. അവർ ഈ അപേക്ഷ പൂരിപ്പിച്ച് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കും. ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത് അവർ സേവനത്തിന് വേണ്ടി വരുമ്പോൾ ആ സേവനം കിട്ടുന്നില്ല. കാരണം എന്താ? പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസേരയിൽ ആരില്ല, സെക്രട്ടറി ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന സെക്രട്ടറി രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ, അംഗങ്ങളായ നാണി ആലങ്കാടൻ, മുപ്ര സേതൽവി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കയ്യുറ, കാലൂറ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി പഞ്ചായത്ത് നേരത്തെ പണം അനുവദിച്ചിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,56,000 രൂപയാണ് ഇതിനായി നീക്കിവച്ചത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് സമരക്കാർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടക്കര.